നമസ്കാരം. ബഹിരാകാശ പര്യവേഷണത്തിലെ ജാപ്പനീസ് ഏജൻസിയായ ജാക്സയുടെ അടുത്ത പ്രധാന ദൗത്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ചെറിയ ബഹിരാകാശ വസ്തുക്കളിലേക്കുള്ള ദൗത്യങ്ങളിൽ ജാക്സ ഇതിനോടകം തന്നെ വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഹയാബുസ 2 എന്നീ ദൗത്യങ്ങളിലൂടെ ക്ഷുദ്രഗ്രഹങ്ങളിൽ ആസ്ട്രോയിഡ്സ് നിന്ന് സാമ്പിളുകൾ കൊണ്ടുവന്നത് ചരിത്രവിജയമായിരുന്നു. അടുത്തതായി അവർ ലക്ഷ്യമിടുന്നത് ചൊവ്വയുടെ ഉപഗ്രഹങ്ങളിലേക്കുള്ള മാർഷ്യൻ മൂൺസ് എക്സ്പ്ലോറേഷൻ അഥവാ MMX ദൗത്യമാണ്. എന്നാൽ അതിനുശേഷം കൂടുതൽ പ്രാചീനവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു ലക്ഷ്യത്തിലേക്കാണ് ജാക്സ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്: ഒരു വാൽ നക്ഷത്രം. ഈ പുതിയ ദൗത്യമാണ് നെക്സ്റ്റ് ജനറേഷൻ സ്മോൾ ബോഡി റിട്ടേൺ അഥവാ NGSR. ഇത് 2030കളിലെ ഒരു വലിയ ക്ലാസ് ദൗത്യമായി വിലയിരുത്തപ്പെടുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ അടുത്തിടെ LPSCയിൽ അവതരിപ്പിച്ചു. NGSRന്റെ പ്രധാന ലക്ഷ്യം 289P ബ്ലാൻപെയിൻ എന്ന വാൽനക്ഷത്രമാണ്. ഇതിന് രസകരമായ ഒരു ചരിത്രമുണ്ട്. 1819ൽ കണ്ടെത്തിയ ഇത് പിന്നീട് 2003ൽ വീണ്ടും കണ്ടെത്തുന്നതുവരെ നഷ്ടപ്പെട്ട ഒന്നായിരുന്നു. ഇതിന് ഏകദേശം 160 മീറ്റർ മാത്രം വലുപ്പമുണ്ട്. എന്തുകൊണ്ടാണ് ജാക്സ ഒരു വാൽ നക്ഷത്രം തന്നെ തിരഞ്ഞെടുത്തത്? ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഹയാബുസ 2 സാമ്പിൾ ശേഖരിച്ച റിഗുവിനെപ്പോലുള്ള ക്ഷുദ്രഗ്രഹങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങളായി സൗരവികിരണം, ഛിന്നഗ്രഹങ്ങളുടെ ആഘാതം, ബഹിരാകാശ കാലാവസ്ഥ എന്നിവയാൽ മാറ്റങ്ങൾക്ക് വിധേയമായി. എന്നാൽ വാൽ നക്ഷത്രങ്ങളുടെ ഉപരിതലത്തിനു താഴെ സൗരയൂഥം രൂപപ്പെട്ട കാലത്തെ പ്രാചീനമായ ഐസും പൊടിയും അടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാൽ നക്ഷത്രങ്ങൾ മിക്ക സമയത്തും സൂര്യനിൽ നിന്ന് വളരെ അകലെയാണ് കാണപ്പെടുന്നത്. അതിനാൽ അവ ശീതീകരിച്ച ടൈം ക്യാപ്സൂളുകളായി പ്രവർത്തിക്കുന്നു. NGSR ദൗത്യത്തിന് 2 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. ഇത് നമ്മുടെ സൗരയൂഥത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കും. ആദ്യ ലക്ഷ്യം നമ്മുടെ സൂര്യനെയും ഗ്രഹങ്ങളെയും രൂപപ്പെടുത്തിയ നക്ഷത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. വാൽ നക്ഷത്രങ്ങളിലെ പ്രാചീന പദാർത്ഥങ്ങൾ ഇതിനുത്തരം നൽകും. രണ്ടാമത്തെ ലക്ഷ്യം ഗ്രഹരൂപീകരണത്തിന്റെ രഹസ്യം കണ്ടെത്തുക എന്നതാണ്. ചെറിയ പൊടിപടലങ്ങൾ എങ്ങനെ കിലോമീറ്റർ വലുപ്പമുള്ള പ്ലാനറ്റിസിമലുകളായി രൂപാന്തരപ്പെട്ടു എന്ന് പഠിക്കും. ഈ ദൗത്യം എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അതിന്റെ സമയക്രമം എന്താണെന്നും നമുക്ക് നോക്കാം. NGSR ദൗത്യം 2034ൽ വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. കൂടാതെ ഇത് വിക്ഷേപണം മുതൽ സാമ്പിൾ തിരിച്ചെത്തുന്നതുവരെ 14 വർഷം നീണ്ടുനിൽക്കും. ബഹിരാകാശ പേടകത്തിന് 2 പ്രധാന ഘടകങ്ങളുണ്ടാകും. ഭൂമിക്കും വാൽനക്ഷത്രത്തിനുമിടയിലുള്ള ക്രൂയിസ് ഘട്ടം കൈകാര്യം ചെയ്യുന്നത് ഡീപ് സ്പേസ് ഓർബിറ്റൽ ട്രാൻസ്ഫർ വെഹിക്കിൾ DSOTV ആണ്. വാൽനക്ഷത്രത്തിന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു സമർപ്പിത ലാൻഡറും ഈ ദൗത്യത്തിനുണ്ടാകും. സൗരയൂഥത്തിന്റെ രഹസ്യങ്ങൾ തേടുന്ന ഈ മഹത്തായ ദൗത്യത്തിനായി നമുക്ക് ജാക്സയ്ക്ക് ആശംസകൾ നേരാം. വീണ്ടും കാണാം.